നമസ്കാരം. കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതി എന്നത് വളരെ മോശകരമായി പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ്. ഖജനാവിൽ അന്നെന്നുള്ള ചെലവിന് പോലും വകയില്ലാത്തൊരവസ്ഥ. മാസാമാസം ശമ്പളം കൊടുക്കണമെങ്കിൽ റിസർവ് ബാങ്കിൽ നിന്ന് കടമെടുക്കേണ്ട ഒരു അവസ്ഥയാണ്. ഓരോ മാസവും നമ്മുടെ ധനമന്ത്രി ബാലഗോപാൽ കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമനോട് പണം ചോദിക്കുന്നുണ്ട്. ട്രഷറിയിൽ ഇപ്പോൾ പണത്തിൻ്റെ ഒരു കുറവുണ്ട്. കരാറുകാർക്ക് പണം കൊടുക്കാനുണ്ട്. അങ്ങനെ വിദ്യാഭ്യാസ മേഖലയിൽ പണം കൊടുക്കാനുണ്ട്. കുടുംബശ്രീ തൊഴിലാളികൾക്ക്, അതായത് ഈ ജനകീയ ഹോട്ടൽ നടത്തുന്ന കുടുംബശ്രീ തൊഴിലാളികൾക്ക് 10 കോടി രൂപ ഫണ്ട് കൊടുക്കാനുണ്ട്. അങ്ങനെ ഒരുപാട് സർവത്ര മേഖലയിലും പണം കൊടുക്കാനായിട്ട് കടമായി കിടക്കുന്നൊരവസ്ഥയാണ്. പക്ഷെ എന്നാലും നമ്മുടെ കേരള സർക്കാർ ധൂർത്തിന് ഒരു കുറവുമില്ല. മുഖ്യമന്ത്രിയുടെ ക്ലിഫ് ഹൗസിൽ ഓരോ മാസവും അനാവശ്യമായ കാര്യത്തിന് ലക്ഷങ്ങൾ ചെലവഴിച്ചാണ് അവിടെ പണികൾ നടക്കുന്നത്. ഇപ്പോൾ ഈ വരുന്ന വർഷം ഡിസംബറിൽ കേരളീയം പരിപാടി നടത്താൻ പോവുകയാണ്. കഴിഞ്ഞ വർഷം കോടിക്കണക്കിന് രൂപ കേരളത്തിന്റെ പേരും പറഞ്ഞ് പപ്പടം പൊടിക്കുന്നത് പോലെ പൊടിച്ചു കളഞ്ഞു. ഈ വർഷവും അതേപോലെ തന്നെയാണ്. കേരളീയം പരിപാടി സ്പോൺസർഷിപ്പിനെ വച്ചിട്ട് നടത്താനാണ് പറയുന്നത്. കഴിഞ്ഞ വർഷം സ്പോൺസർഷിപ്പ് അല്ല, അതായത് ഖജനാവിൽ നിന്നാണ് പണം എടുത്ത് ചെലവഴിച്ചത് എന്നാണ് പൊതുവെ പുറത്തുനിന്ന് കേൾക്കുന്ന ഒരു വാർത്ത എന്ന് പറയുന്നത്. കഴിഞ്ഞ വർഷവും സ്പോൺസർഷിപ്പ് അന്വേഷണം നടത്തിയിരുന്നു, പക്ഷേ സ്പോൺസർഷിപ്പിനെ കിട്ടിയില്ല. ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണക്കാർക്ക് പിണറായി സർക്കാരിന്റെ ഒരു ഇരുട്ടടി തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. തൊഴിൽ നികുതി കൂട്ടി സംസ്ഥാന സർക്കാർ എന്നാണ് ഇപ്പോൾ വരുന്ന ഏറ്റവും പ്രധാന വാർത്ത. കുറഞ്ഞ ശമ്പളമുള്ളവർക്ക് നികുതി ഭാരം കൂട്ടുന്ന തരത്തിലാണ് പുതിയ നികുതി പരിഷ്കരിക്കാൻ പോകുന്നത്. തദ്ദേശ സ്ഥാപനങ്ങളിലെ അർദ്ധ വാർഷിക തൊഴിൽ നികുതി ഇരട്ടിയിലധികം ഉയർത്തിയിട്ടുണ്ട്. ഗ്രാമപഞ്ചായത്തുകളിലെയും മുനിസിപ്പാലിറ്റികളിലെയും തൊഴിൽ നികുതി സ്ലാബുകൾ പരിഷ്കരിച്ച് സർക്കാർ പട്ടിക പുറത്തിറക്കിയിരിക്കുകയാണ്. പരിഷ്കരിച്ച തൊഴിൽ നിരക്കുകൾ 2024 ഒക്ടോബർ 1 മുതൽ പ്രാബല്യത്തിൽ വരുന്ന രീതിയിലാണ് സർക്കാർ അത് പുറത്തിറക്കിയിരിക്കുന്നത്. 6 മാസത്തെ ശമ്പളം അടിസ്ഥാനമാക്കിയാണ് തൊഴിൽ നികുതി ഈടാക്കുന്നത്. 6 മാസത്തെ ശമ്പളമായ 11,999 വരെയുള്ളവർക്ക് തൊഴിൽ നികുതി നിരക്കിൽ ഒരു മാറ്റവും ഉണ്ടാകില്ല. 12,000 മുതൽ 17,999 വരെ ശമ്പളമുള്ളവരുടെ നികുതി നിരക്ക് 120 രൂപ ഉള്ളത് 320 രൂപയായി സർക്കാർ വർദ്ധിച്ചിട്ടുണ്ട്. 18,000 മുതൽ 29,999 ഉള്ളവരുടെ പുതിയ നികുതി 450 രൂപയാണ്. നേരത്തെ ഈ നികുതി വെറും 180 രൂപയായിരുന്നു. 30,000 മുതൽ 44,999 വരെ ശമ്പളം വാങ്ങുന്ന ആളുകളുടെ തൊഴിൽ നികുതിയാണ് ഇനി മുതൽ 600 രൂപയായി വർദ്ധിപ്പിച്ചിരിക്കുന്നത്. നേരത്തെ 300 രൂപയായിരുന്നത് അതിനെ ഇരട്ടിയാക്കിയാണ് ഇപ്പോൾ വർദ്ധിച്ചിരിക്കുന്നത്. 45,000 മുതൽ 1 ലക്ഷം രൂപ വരെ ശമ്പളം വാങ്ങുന്നവരുടെ പുതിയ നിരക്ക് 750 രൂപയായിട്ടാണ് വർദ്ധിച്ചിരിക്കുന്നത്. നേരത്തെ ഇത് 450, 600, 750 എന്ന സ്ലാബുകളിലായിരുന്നു, ആ നിരക്കുകളിലായിരുന്നു സർക്കാർ നിശ്ചയിച്ചിരുന്നത്. 1 ലക്ഷം മുതൽ 1,24,999 വരെയുള്ളവർക്ക് 1,25,000 വരെയുള്ളവർക്കും തൊഴിൽ നികുതിയിൽ ഒരു മാറ്റവുമില്ല. യഥാക്രമം 1000 രൂപയും 1,250 രൂപയുമാണ് ഇവരുടെ തൊഴിൽ നികുതി. ഓരോ സാമ്പത്തിക വർഷവും 2 തവണ ആയിട്ടാണ് സർക്കാർ ഉദ്യോഗസ്ഥരിൽ നിന്ന് അംഗീകൃത തൊഴിലാളികളിൽ നിന്നും തൊഴിൽ നികുതി സ്വീകരിക്കുന്നത്. നികുതി പിരിക്കുന്നതിനുള്ള അധികാരം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കാണ് സർക്കാർ ഏൽപ്പിച്ചിരിക്കുന്നത്. അതായത് സാധാരണ സർക്കാർ ജീവനക്കാർക്കും ഇപ്പോൾ തൊഴിൽ നികുതി കൂട്ടിയിരിക്കുകയാണ്. അതായത് ഏറ്റവും കുറഞ്ഞ ശമ്പളം വാങ്ങിക്കുന്നവർക്ക് പോലും നികുതി ഭാരം അടിച്ചേൽപ്പിച്ചിരിക്കുകയാണ് പിണറായി സർക്കാർ. ഖജനാവ് നിറയ്ക്കാൻ ഒരുപാട് വഴികൾ സർക്കാരിന്റെ മുമ്പിലുണ്ടെന്നിരിക്കെ ജനങ്ങളെ ഏതൊക്കെ തരത്തിൽ ബുദ്ധിമുട്ടിക്കാൻ പറ്റുമോ അതെല്ലാം സർക്കാർ ചെയ്യുന്നുണ്ട് എന്നത് ഉറപ്പാണ്. അതിൻ്റെ ഒരു തിരിച്ചടിയാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ നൽകിയത്. എന്നിട്ടും പണമില്ല, ഖജനാവ് കാലിയാണെന്ന് നിരന്തരം ധനമന്ത്രിയും മുഖ്യമന്ത്രിയും പറയുമ്പോഴും ഖജനാവ് നിറയ്ക്കാൻ ഒരുപാട് വഴികൾ നമ്മുടെ മുന്നിൽ ഉണ്ട്. അത് സർക്കാർ മനസ്സിലാക്കുന്നില്ല. അതായത് ശരീരമനങ്ങാതെ ഖജനാവിലേക്ക് പണം എത്തിക്കാൻ ഏതൊക്കെ രീതിയിൽ വോട്ടിട്ട് ജയിപ്പിച്ച ജനങ്ങളെ കൊണ്ട് മാക്സിമം പിഴിഞ്ഞെടുക്കാൻ പറ്റുമോ അതെല്ലാം പിണറായി സർക്കാർ ചെയ്യുന്നുണ്ടെന്നത് ഒറ്റ വാക്കിൽ പറയാവുന്നതാണ്. കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.